ഹായ് നമസ്കാരം. ഞാൻ അപ്പക്കുട്ടൻ കടിമേനി. കൃഷിപ്പത്തായം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് PVC പൈപ്പ് താങ്ങുകാലായി കൊടുത്തുകൊണ്ടുള്ള ഒരു കുരുമുളക് കൃഷിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. വളരെ പ്രചാരമായി കൊണ്ടിരിക്കുന്ന ഒരു നൂതന കൃഷി സമ്പ്രദായമാണ് PVC പൈപ്പ് താങ്ങുകാലായി കൊടുത്തുകൊണ്ടുള്ള കുരുമുളക് കൃഷി. ആദ്യം കുറച്ച് സാമ്പത്തിക മുതൽ മുടക്കുണ്ട്. പിന്നീട് നമുക്കതൊക്കെ തുടർന്ന് അങ്ങോട്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇതിൻ്റെ സാമ്പത്തികം എന്ന് പറഞ്ഞത് ഇതിൻ്റെ പൈപ്പ്, പിന്നെ ഇത് ഉറപ്പിക്കലും തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ ബാക്കിയുള്ള നമ്മൾ സാധാരണ ചെയ്യുമ്പോഴേ ഉള്ളൂ. ആ ഒരു പൈസയാണ് ആദ്യം നമുക്ക് മുടക്കേണ്ടത്. എന്നാൽ ഇതിന് ഒന്ന് രണ്ട് ഗുണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, PVC പൈപ്പിന് ഇത് ചെയ്താൽ ഇതിൻ്റെ ഇടുന്ന വളമൊക്കെ ഇതിന് തന്നെ കിട്ടും. കാരണം മറ്റ് താങ്ങുകാലായ മുരിക്കോ പ്ലാവൊക്കെ ആക്കും അതിൻ്റെ വളമൊക്കെ വലിച്ചു കൊണ്ടുപോകും. അതുണ്ടാവില്ല. പിന്നെ കാലാകാലങ്ങളിൽ ഈ മരമൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിലത്തെ ശിഖരമെല്ലാം ഇങ്ങനെ വെട്ടിക്കളയേണ്ടി വരും. പക്ഷേ അപ്പോൾ അതും ഇതിനകത്ത് വേണ്ടി വരില്ല. അങ്ങനെ രണ്ട് ഗുണങ്ങളുണ്ട്. ആദ്യത്തെ കുറച്ച് മുടക്ക് മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്കത് നിലവിൽ ഞാനിവിടെ രണ്ട് തരം കുരുമുളകാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വിജയ എന്ന് പറഞ്ഞതും ഈ ഒരു ലൈൻ ചെയ്തിരിക്കുന്നത് കുമ്പിളിക്കൻ എന്ന ലൈനാണ്. ഇത് കടിമേനി എൻ്റെ കൃഷിസ്ഥലമുണ്ട്, ഇതിൻ്റെ മുണ്ടേക്കാവിൻ്റെ പുറകിൽ. അപ്പോൾ അതിൽ കുറച്ച് കഴുങ്ങ വെച്ചിരിക്കുന്നത്, കഴുങ്ങ് കുറച്ച് ഗ്യാപ്പിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇടയിൽ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ 30 PVC പൈപ്പാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ഒരു ലെങ്ത് പൈപ്പ് 5 മീറ്ററുള്ള പൈപ്പ് നമ്മൾ 1.25 മീറ്റർ 4ആയിട്ട് മുറിച്ച് അതാദ്യം കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചു. അതിനുശേഷം അതിന് കൊടിയിട്ട് കൊടുത്തു. പിന്നീട് ഒരു ലെങ്ത് പൈപ്പ് 5 മീറ്റർ അത് മുറിച്ച് 2.5 മീറ്റർ കിട്ടും പകുതി. അപ്പോൾ അത് അതിൻ്റെ മുകളിൽ ജോയിൻ്റാക്കി കൊടുത്തു. ഇപ്പം കഴിഞ്ഞ ഏപ്രിൽ വെച്ച കുരുമുളകാണ്. ഏകദേശം 1.5 മീറ്ററോളം കയറി കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇത് പറ്റിപ്പിടിച്ച് കയറും. ആദ്യത്തെ ഒരു കെട്ടേ കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ, നല്ല രീതിയിൽ അട്ടക്കാൽ പിടിച്ച് കയറുന്നുണ്ട്. എങ്കിലും ഇടയ്ക്കോരെ കെട്ട് കൊടുക്കണം. കെട്ട് കൊടുത്തതിന് ശേഷം ഇത് കയറി മുകളിലെത്തുമ്പോൾ അവിടെ ലോക്കാവാൻ വേണ്ടി എൻ്റേതായ രീതിയിൽ ഇവിടെ ഒരു റിങ് അവിടെ ചെയ്തിട്ടുണ്ട്. ടാറ്റേൻ്റെ കമ്പി, നമ്മളെ തെങ്ങെല്ലാം വലിച്ചു കിട്ടുന്ന കമ്പി, ഞാൻ തന്നെ അത് അവിടെ ഒരു റിങ് പോലെ ആക്കി പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഈ കുരുമുളക് കയറിയതിന് ശേഷം ഒരിക്കലും അത് ഇങ്ങോട്ട് പോരില്ല. സാധാരണ നമ്മൾ യൂട്യൂബിലെ കണ്ടിരിക്കുന്നത് 8 mm 2 കമ്പി ടീ മോഡൽ അവിടെ വെക്കുകയാണ്, ടീൻ്റെ ആകൃതിയിൽ. ഞാനിത് തന്നെ എൻ്റെ ചെയ്തതാണ്. ഇതിൻ്റെ വർക്കെല്ലാം ചെയ്തത് ഞാൻ തന്നെയാണ്. ഏതായാലും ഒട്ടനവധി പുതിയ കൃഷി സമ്പ്രദായങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പം ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്തത്. ഇത് എല്ലാം ഞാൻ തന്നെ ചെയ്തതാണ്. ഇതിൻ്റെ വർക്കെല്ലാം ചെയ്തതാണ്. നന്നായിട്ട് തന്നെ കയറി വരുന്നുണ്ട്. അപ്പം കുരുമുളകിനൊക്കെ ഇപ്പോൾ നല്ല വിലയുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്ഥലപരിമിതി ഉള്ളവർക്ക് വീടിൻ്റെ മുമ്പിലൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കാം. അത്യാവശ്യം 3-4 കൊടി ഇങ്ങനെ ചെയ്താൽ നമുക്കുള്ള സന്താവശ്യമുള്ള കുരുമുളക് പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ പ്രചാരമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ എല്ലാവരും ഉപയോഗിച്ചിരിക്കുന്നത് 4 ഇഞ്ച് പൈപ്പാണ്. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ച് പൈപ്പാണ് ഉപയോഗിച്ചത്. കാരണം ഒരു 10 വർഷം പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ 2 ഇഞ്ച് പൈപ്പിന് പെപ്പർ തെക്കാൻ ഇതുപോലെ കയറ്റിയിട്ട് നല്ല രീതിയിൽ കായ്ച്ചിരിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്. പിന്നെ നമ്മൾ അലുമിനിയം ലാഡർ പുറത്ത് വെച്ചുകൊണ്ട് ഇത് പറിച്ചെടുത്താൽ മതി. മറ്റ് സാധാരണ ചെയ്യുന്ന ഒരു ലെങ്ത് പൈപ്പാണ് ഇപ്പം യൂട്യൂബിൽ കാണുന്നത്. അത് 4 ഇഞ്ച് പൈപ്പാണ്. അപ്പം കുറച്ചും കൂടി അതിന് സ്ട്രോങ് ഉണ്ടാവും. അപ്പം അതിന് തന്നെ ചാരി പറിക്കാമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ ഇത് അത്ര വേണ്ട, അതൊരു റിസ്ക്കിയാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തത്. അപ്പം എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അതുകൊണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ഇതിൻ്റെ തുടർന്ന് അങ്ങോട്ടുള്ള വളർച്ചയും കാര്യങ്ങളൊക്കെ പിന്നീടുള്ളൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.